എല്ലാ വർഷവും ആയിരക്കണക്കിന് ആൾക്കാരാണ് നമ്മൾ നാട് വിട്ടു പോകുന്നത്. നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, നല്ലൊരു ജോബിനായിക്കോട്ടെ. ക്വസ്റ്റ്യൻ ഇസ്, നമ്മളെ കേരളം അത്ര മോശമാണോ? എന്തുകൊണ്ടാണ് വേറൊരു രാജ്യത്തിനെ അവർ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ വേറൊരു സിറ്റിനെ അവർ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്? എന്താണ് കേരളത്തിന്റെ പ്രശ്നം? പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, എടാ രക്ഷപ്പെടണമെങ്കിൽ നാട് വിട്ടോന്ന്. പക്ഷെ നാട് വിട്ട എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ടു ആസ്ക്. ഒരാളുടെ സക്സസ് എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ലൊക്കേഷൻ ബേസ്ഡ് ഒന്നല്ല. ഇന്ന് ഇന്റർനെറ്റ് വളർന്നു, AI വളർന്നു, എല്ലാവരുടെ കയ്യിലും ഇന്റർനെറ്റ് ഉണ്ട്. സോ അതിങ്ങനെ മര്യാദക്ക് നമ്മൾ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓൺ യുവർ ഇൻകം. നമ്മുടെ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ടു ലിവ് എ ലൈഫ്. നമുക്കിവിടെ എന്താ ശരിക്കും ഇല്ലാത്തത്? ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം, അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഉണ്ട് കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. നല്ലൊരു ഹെൽത്ത് കെയർ സെക്ടർ തന്നെ. ഈ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കമ്പൈൻഡ് നോക്കുമ്പോൾ നമുക്കൊരു കിഡിലൻ ഹെൽത്ത് കെയർ സ്ട്രക്ചർ ഉള്ളത്. പിന്നെ ഏറ്റവും അടിപൊളിയായി സംഭവിച്ചാൽ നമ്മുടെ ലവ്ഡ് വൺസ്, നമ്മുടെ ഫാമിലിന്റെ കൂടെ ജീവിക്കുക എന്നുള്ളൊരു കിഡിലൻ സംഭവം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടും. നമ്മുടെ നാട്ടിൽ അധികം പേരും ഗൾഫിലേക്കൊക്കെ പോകുന്നത് ജോബ് അന്വേഷിച്ചിട്ട്. ബട്ട് ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് റൈറ്റ് നൗ. എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ പോയിട്ട് ആർക്കും ഓപ്പർച്യൂണിറ്റി ഇല്ല. ആൾക്കാർ അവിടെ അത്രയും പോയിട്ട് അത്രയും ആൾക്കാർ, അത്രയും പ്രൊഫഷണൽ പീപ്പിൾ അവിടെ ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും അവിടെ കോംപ്രമൈസ്ഡ് സാലറി ഒക്കെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവരുടെ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ, ഫ്രീലാൻസിങ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു സ്കില്ല് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ഒരു കോണ്ടന്റ് ക്രിയേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ യു ക്യാൻ വർക്ക് ഫ്രം എനിവെയർ. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടുന്ന് വർക്ക് ചെയ്തിട്ട് അവിടുത്തെ ഇൻകം കിട്ടിയിട്ട് യു ക്യാൻ ലിവ് എ പീസ്ഫുൾ ലൈഫ് ഇൻ കേരള. ഒരു നല്ല ഇൻകം കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, എല്ലാവരും കയറി പോകുന്നു, മൂവ് ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകേണ്ട ഒരു ആവശ്യമില്ല. യു തിങ്ക് നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യുകയാണെന്ന് ബെസ്റ്റ് ഓപ്ഷൻ തോന്നുകയാണെങ്കിൽ മൂവ് ചെയ്യാം. ഓഫ് കോഴ്സ് കേരള ഗിവ്സ് എ ഗ്രേറ്റ് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ്. ഈ എല്ലാവരും പോകുന്ന സ്ഥലമല്ല ഒരു ബെസ്റ്റ് പ്ലേസ് ടു ലിവ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ വേ ഓഫ് ലൈഫും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ദാറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ് ഫോർ യു ടു ലിവ്. സോ സീ യു ഓൺ ദ വീഡിയോ. ബൈ.